അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSS ഗ്രിഡിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൻ്റെ പക്ക കണ്ടിന്യൂവേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് ഒരു 6 സെക്ഷനുള്ള ഗ്രിഡ്, അതിൽ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ അടിയിൽ 2 സ്പാൻ കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ ഗ്രിഡ് ഏരിയ വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചൈൽഡ് 2 നോക്കാം. ചൈൽഡ് 2-ൽ നമ്മൾ ഗ്രിഡ് കോളം 1 to സ്പാൻ 2 എന്ന് കൊടുക്കാം. നമുക്ക് സ്പാൻ 2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങും, എന്നിട്ട് 2 കോളം സ്പാൻ ചെയ്യും. ഇത് നമ്മൾ സേവ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോളത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്നിട്ട് 2 കോളം സ്പാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് എലമെൻറ്റ് അതിനനുസരിച്ച് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റിന് നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. അതായത് ഇപ്പോൾ ഗ്രിഡ് കോളം 1-ഉം സ്പാൻ 2-ഉം, പിന്നെ ഗ്രിഡ് റോ 2 ആയിരുന്നു. ഗ്രിഡ് റോ നമ്മൾ 2 to 3 ആണ് കൊടുത്തിരുന്നത് അടിയിൽ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വേറെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഈ ചൈൽഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റിഫൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ജസ്റ്റിഫൈ സെൽഫിൽ നമുക്ക് സെൻറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലമെൻറ്റ് സെൻറ്ററായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഒന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യം ഇത് മൊത്തം ഈ സ്പാൻ ഇതിൽ അവൈലബിൾ ആയിട്ട് സ്പേസ് മൊത്തം ഫില്ല് ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഇപ്പം നമ്മൾ സെൻറ്റർ കൊടുത്തപ്പോൾ സെൻറ്ററിൽ അലൈൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിൽ നിൽക്കും. അതേപോലെ എൻഡിൽ നിന്നുള്ള വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റിഫൈ സെൽഫിന് പകരം അലൈൻ സെൽഫ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വെർട്ടിക്കലി അല്ല ജസ്റ്റിഫൈ ചെയ്തിരുന്നത്. ഇനി അലൈൻ ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഹൊറിസോണ്ടലി ഇപ്പോൾ അലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സെൻറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി സെൻറ്റർ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് എല്ലാ എലമെൻറ്റ്സും സെൻറ്റർ ചെയ്യാനും ഇതേമാതിരി ജസ്റ്റിഫൈ ചെയ്യാനും നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് പാരൻ്റ് എലമെൻറ്റിലാണ് ചെയ്യുക. പാരൻ്റ് എലമെൻറ്റിൽ നമുക്ക് ജസ്റ്റിഫൈ ഐറ്റംസ് എന്ന് കൊടുക്കാം. അപ്പോൾ അതിനുള്ളിലുള്ള ചൈൽഡ് എലമെൻറ്റ്സ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യും അത്. അപ്പോൾ നമ്മൾ സെൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചൈൽഡ് എലമെൻറ്റ്സും നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ളത് കാണാം. എല്ലാ ചൈൽഡ് എലമെൻറ്റ്സും നടുവിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ചൈൽഡ് എലമെൻറ്റ്സും സ്റ്റാർട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഹൊറിസോണ്ടലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലൈൻ ഐറ്റംസ് ഉണ്ട്. അലൈൻ ഐറ്റംസ് ചെയ്താൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഇപ്പോൾ അലൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും. അങ്ങനെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കോളംസിൻ്റെ വിഡ്ത്ത് നമുക്ക് പിക്സൽസിൽ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ 180 പിക്സൽസ്, ഇനി 180 പിക്സൽസ്, പിന്നെ 180 പിക്സൽസ് എന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് കാണാം ഇത് 180-ഉം ഇത് 180-ഉം, പിന്നെ ഇത് 2 എണ്ണം സ്പാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 180 + 180 360 പിക്സൽസും ആയിട്ട് ബാക്കി സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പോയിട്ട് ഗ്രിഡ് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് കാണാം 180-യുടെ 3 സെക്ഷൻസും പിന്നെ 50 VH-ൻ്റെ 2 റോയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് CSS ഗ്രിഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
ഇനി നമുക്ക് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ഈവൻലി എന്ന് കൊടുക്കാം. അപ്പോൾ ഈവൻലി സ്പേസ്ഡ് ആയിട്ട് കണ്ടന്റ്സ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഈവൻലി സ്പേസ്ഡ് ആണ് ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്നത്. ഈ 3 സ്പേസസ് ഈവൻ ആണ്. കണ്ടോ, ഈ നടുവിൽ ഈ സ്പേസും ഈവൻ ആണ്. പക്ഷെ നമ്മളിത് 2 എണ്ണം സ്പാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് വരുന്നത്. അല്ലാച്ച ഇവിടെയും വൈറ്റ് സ്പേസ് ആയിരിക്കും. പിന്നെ നമുക്ക് സ്പേസ് അറൗണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പേസ് അറൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലെ സ്പേസസും ഈ സ്പേസും ഈവൻ അല്ല, പക്ഷേ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണ് വരുന്നത്. അതേപോലെ സ്ട്രെച്ച് കൊടുക്കാം. സ്ട്രെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത ഇത് മാറ്റേണ്ടി വരും. 1FR തന്നെ ആക്കേണ്ടി വരും. കാരണം നമ്മൾ ഫിക്സഡ് വിഡ്ത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫിക്സഡ് അല്ലാത്ത വിഡ്ത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് CSS ഗ്രിഡിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ CSS ഗ്രിഡിൻ്റെ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ CSS റെസ്പോൺസീവ് CSS ആണ് നോക്കാൻ പോകുന്നത്. അതായത് മൊബൈൽസിനും PCസിനും ടാബ്ലറ്റ്സിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ റെസ്പോൺസീവ് ആക്കിയിട്ട് എല്ലാത്തിനും വർക്കാവുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്.